ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 13-ാം ഞായറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുകയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തു ശിഷ്യനുണ്ടാകേണ്ട മനോഭാവങ്ങളെക്കുറിച്ച് ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്തുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണ സമർപ്പണം നടത്തണം. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തു ശിഷ്യൻ തന്നെ മറ്റുള്ളവർക്കായി കൊടുക്കാൻ തയ്യാറെടുക്കണം. ഇങ്ങനെ 3 പാഠങ്ങളാണ്, 3 മനോഭാവങ്ങളാണ് ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഒന്നാമത്തെ പാഠം, ക്രിസ്തു ശിഷ്യൻ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കണം. തന്നെക്കാൾ അധികമായി പിതാവിനെയോ മാതാവിനെയോ പുത്രനെയോ പുത്രിയെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ വചനങ്ങളിൽ യേശു പറഞ്ഞു വയ്ക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ആചാര്യനും 2-ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഹൃദയം മുഴുവൻ ക്രിസ്തുവിനെ പണയിച്ചു തുടങ്ങിയപ്പോൾ തൻ്റെ ഉടുവസ്ത്രങ്ങൾ മുഴുവനായി അസീസിയുടെ തെരുവീതികളിൽ ഉപേക്ഷിക്കുവാൻ ഈ പുണ്യവാളൻ തയ്യാറായി. തൻ്റെ സമ്പത്തു നിറഞ്ഞ കുടുംബത്തെയും തൻ്റെ മാതാപിതാക്കളെയും തൻ്റെ ഉടുവസ്ത്രം പോലും ഉപേക്ഷിച്ചുകൊണ്ട് ദാരിദ്ര്യത്തെ മണവാട്ടിയായി സ്വീകരിച്ചു. ഒരിക്കൽ എപ്പോഴൊക്കെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ കയറിയിരുന്നുവോ, സക്രാരിയെ നോക്കിയിരിക്കുമ്പോൾ താൻ കഞ്ഞി കുടിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ആ കോപ്പ എപ്പോഴും തൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി ചിന്തകളിൽ കടന്നു വരുമായിരുന്നു. എപ്പോൾ പ്രാർത്ഥിച്ചാലും ഈ കഞ്ഞിക്കോപ്പ ഒരു തടസ്സമായി മാറി. ഒരിക്കൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇങ്ങനെ തടസ്സമായി മാറുന്ന കോപ്പ അടുക്കളയിൽ പോയി എടുത്ത് നിലത്ത് ഉടച്ചു കളഞ്ഞു എന്നാണ് പറയപ്പെടുക. ക്രിസ്തുവുമായി തനിക്കുള്ള ബന്ധത്തിന് എന്തൊക്കെ തടസ്സമാകുന്നുവോ അതൊക്കെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി. ക്രിസ്തുവിനെ സ്വന്തമാക്കി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ ക്രിസ്തു ജീവിതത്തിന് തടസ്സമാകുന്ന എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഇനി 2-ാമത്തെ പാഠത്തിലേക്ക് കടക്കാം. ക്രിസ്തു ശിഷ്യനായി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ സമ്പൂർണ്ണ സമർപ്പണം നടത്തണം. പഴയ നിയമത്തിലെ നീതിമാൻ എന്നറിയപ്പെടുന്ന ജോബ് സമ്പന്നതയിലും സൗഭാഗ്യങ്ങളും കൊണ്ട് നിറഞ്ഞവനായിരുന്നു. തൻ്റെ മക്കളെയും സൗഭാഗ്യങ്ങളും സമ്പത്തും എല്ലാം നഷ്ടമായി കഴിഞ്ഞ് കഠിനമായ രോഗപീഠകളിലൂടെ കടന്നുപോയപ്പോൾ തൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, നിന്റെ ദൈവത്തെ തള്ളി പറയുക. തൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് പറഞ്ഞു, നിന്റെ ക്രിസ്തുവിനെ നീ ഉപേക്ഷിക്കുക. പക്ഷെ നീതിമാനായ ജോബ് സർവം സഹിച്ച് ഈ സഹനത്തിൻ്റെ നേരിപ്പോടിൽ അമരുമ്പോഴും പ്രാർത്ഥിച്ചു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ ജോബിൻ്റെ ജീവിതത്തിൽ നാം വായിക്കുന്നുണ്ട്, പിന്നീട് സൗഭാഗ്യങ്ങളുണ്ടായി, സമ്പത്തുണ്ടായി, ഐശ്വര്യമുണ്ടായി. സമ്പൂർണ്ണ സമർപ്പണം ക്രിസ്തുവിനായി നടത്തുമ്പോഴാണ് ക്രിസ്തു ശിഷ്യന്റെ ജീവിതം വിലയുള്ളതായി, മൂല്യമുള്ളതായി മാറുക. സഹനങ്ങളിലൂടെ വഴികളിലൂടെ കടന്നുപോയ വിശുദ്ധ അൽഫോൻസാമ സഹനങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നോക്കി പറയുമായിരുന്നു, സഹനത്തിൻ്റെ നേരിപ്പോടിൽ വേദനിച്ചപ്പോഴൊക്കെ ഈ അൽഫോൻസാമ വിശുദ്ധ പറയുമായിരുന്നു, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കുകയാണ്. കുത്തിയുള്ള ചുമ സഹിക്കവയ്യാതെ 23 വയസ്സുകാരി പെൺകുട്ടിയായ വിശുദ്ധ കൊച്ചു ത്രേസ്യ നല്ല നിലാവുള്ള രാത്രിയിൽ മുറ്റത്തിരുന്ന് ചുമച്ച് ചോര ഛർദിച്ച് ആകാശത്തേക്ക് നോക്കി ആ നക്ഷത്രങ്ങളെ നോക്കി പറയുമായിരുന്നു, എൻ്റെ ദൈവം, എൻ്റെ തമ്പുരാൻ, എൻ്റെ പേര് സ്വർഗത്തിൽ നേരത്തെ എഴുതുകയാണ്. അങ്ങനെ ഒരുപാട് വിശുദ്ധരൊക്കെ പരിപൂർണ സമർപ്പണം ദൈവത്തിനായി നടത്തി ക്രിസ്തു ശിഷ്യന്മാരും ക്രിസ്തു ശിഷ്യകളുമായി മാറിയവരാണ്. ക്രിസ്തു ശിഷ്യന്റെ ജീവിതം സഹനങ്ങളുടെ നേരിപ്പോടിൽ അമരുമ്പോഴും സമ്പൂർണ്ണ സമർപ്പണം നടത്താൻ കഴിയണം. 3-ാമത്തെ പാഠത്തിലേക്ക് കടക്കാം.
ക്രിസ്തു ശിഷ്യൻ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ സ്വയം കൊടുക്കാൻ തയ്യാറെടുക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന വചനമായി നാം കേൾക്കുകയാണ്. ടൂറിലെ വിശുദ്ധ മാർട്ടിൻ റോമിലെ സൈനികനായിരുന്നു. നല്ല കട്ടിയുള്ള സൈനിക വസ്ത്രങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഒരു ശൈത്യകാലത്ത് ഒരു ഭിക്ഷാടകൻ നഗര കവാടത്തിൽ വന്ന് ഭിക്ഷ യാചിക്കുന്നത് വിശുദ്ധ മാർട്ടിൻ കാണാനിടയായി. തൻ്റെ വാൾ ഉപയോഗിച്ച് ഈ സൈനിക വസ്ത്രം മുറിച്ച് ആ ഭിക്ഷാടകന് നൽകി. അന്ന് രാത്രി വിശുദ്ധ മാർട്ടിൻ കിടന്നുറങ്ങുമ്പോൾ വിശുദ്ധനൊരു ദർശനമുണ്ടായി. ക്രിസ്തു താൻ മുറിച്ചു നൽകിയ ഈ സൈനിക വസ്ത്രം ധരിച്ചുകൊണ്ട് മാലാഖമാരുടെ അകമ്പടിയോടെ തൻ്റെ കൺമുമ്പിൽ നിൽക്കുന്നതായി കണ്ടു. എന്നിട്ട് പറഞ്ഞു, മാർട്ടിനെ, നീ നൽകിയ നിന്റെ ഈ പകുതി സൈനിക വസ്ത്രം ഭിക്ഷാടകനല്ല നൽകിയത്, എനിക്ക് തന്നെയാണ് നൽകിയത്. അങ്ങനെ ഈ മാർട്ടിൻ എന്ന സൈനികൻ സന്യാസിയായും പിന്നീട് മെത്രാനായും കത്തോലിക്ക സഭയിലെ വിശുദ്ധനുമായി മാറി. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ദാനം ചെയ്യുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെതായി മാറുക. ഈ പാഠങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ക്രൈസ്തവരായ നമുക്ക് ക്രിസ്തു ശിഷ്യരായി മാറാം. സ്വയം ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനല്ലാത്തതെല്ലാം ഉപേക്ഷിക്കാം. ക്രിസ്തുവിന് വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം നടത്താം. സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി പകുത്തു നൽകാം. ദൈവം നമ്മെ ക്രിസ്തു ശിഷ്യനാകാൻ വിളിക്കുകയാണ്.